ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്ന വേളയിൽ ഇതെല്ലാം വന്നതിന് ശേഷവും അസാമിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ അദ്ദേഹം പട്നയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. ജമാഅത്തെ നമ്മുടെ ഉലാമ ജമാഅത്തെ ഹിന്ദ് അവരുടേതായിട്ടുള്ള ഭാരവാഹികൾ ഇതിൽ ശക്തമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർന്നും BJP നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. നേരത്തെ എടുക്കേണ്ടിയിരുന്ന നടപടിയാണ്. അതിന് BJPയുടെ മേലെ നടപടിയെടുക്കുക. ഇപ്പോൾ പഴയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ടല്ലോ ഇതിനകത്ത്. ഈ എന്താ അത് ഇംഗ്ലീഷിലാണ്, അതൊരു സാഹിത്യ ഭാഷയാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മലയാള പരിഭാഷ ഇത് ഏതാണ്ട് ഇങ്ങനെയാണ്. എന്താ ഇത് സ്ട്രൈക്ക് ചെയ്യണം എന്ന് വെച്ചാൽ എയ്യണം എന്ന്, അല്ലെങ്കിൽ പിടികൂടണമെന്ന്, അല്ലെങ്കിൽ ഇതിന് നടപടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് കഴിയുന്നില്ല എന്നുള്ള നിലയിലേക്ക് മലയാളത്തിൽ നമ്മളൊരു ചൊല്ലില്ലേ, ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. BJPക്കെതിരായും പ്രധാനമന്ത്രിക്കെതിരായും അങ്ങനെയുള്ള സ്റ്റാർ ക്യാമ്പയിനർമാരും മറ്റ് നേതാക്കളും എല്ലാം പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുത്തുന്നതിന് ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രസ്താവനയും എടുത്തുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത് രണ്ടും തമ്മിൽ ഒരു കാരണവശാലും തുലനം ചെയ്യാനായി കഴിയില്ല തന്നെ.